ജയശങ്കർ, ഈ വലിയ തോതിൽ കൃത്രിമം കാണിച്ചു രേഖയിൽ, അതായത് ഈ എക്സാലോജി കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിൽ പോലും കൃത്രിമം കാണിച്ചുവെന്നാണ് ROC കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം അതിന് മുന്നോടിയായിട്ടുള്ള പലവിധ ക്രമക്കേടുകളും. എന്തു പറഞ്ഞാകും ലോക്സഭ ഇലക്ഷൻ വരുന്നു, അതിനുവേണ്ടിയുള്ള ആയുധങ്ങളാക്കി BJP ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ഇത് എന്നൊക്കെ പറഞ്ഞുള്ള പതിവ് മറുപടികളാകുമോ CPM-ൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? അതും അതിനേക്കാളും മോശപ്പെട്ടതുമായ ആരോപണങ്ങൾ ഉയർന്നു വരും. എൽസാറോസ് കമ്പനി ബാംഗ്ലൂരിലെ RSS ശാഖയിലെ നിത്യ സന്ദർശകനാണെന്നും ഇത് കേരള സർക്കാരിനെ താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടിയുള്ള CIA ഗൂഢാലോചനയുടെ ഫലമാണെന്നും അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളാണ് ഇതിന്റെ പുറകിലെന്നും ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ ഇടപാടുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതൊക്കെ പറഞ്ഞിട്ട് വരും. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ക്യാപ്സൂളുകളും ന്യായീകരണ സിദ്ധാന്തങ്ങൾ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങളെക്കാൾ ഗുരുതരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ. അപ്പൊ മാത്യു കുഴൽനാടന്റെ നേരെ കുതിര കയറുന്നതാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോ മാത്യു കുഴൽനാടൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ മറ്റാരെങ്കിലും നേർക്ക് ഇവരുടെ തോക്കുകളും പീരങ്കികളും തിരിച്ചു വെക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരണം അറിയിച്ചതിന്.